ഈ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള വൈദ്യപരിശോധന കിട്ടിയില്ല. നേഴ്സ് മാത്രമാണ് ഈ കുട്ടിയെ പരിശോധിച്ച് ഡോക്ടറൊന്ന് വന്ന് നോക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ്. പാമ്പ് കടിയേറ്റതായിട്ടുള്ളൊരു സംശയം ഇവർ പറഞ്ഞിരുന്നു. പക്ഷേ അത് സ്ഥിരീകരിക്കാൻ ഇവർക്കും ആയില്ല. പക്ഷേ ആ സംശയം പറഞ്ഞു. ഈ കുഞ്ഞ് ആശുപത്രിയിൽ എത്തുന്നതുവരെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞ് പറഞ്ഞത് തൻ്റെ കാലിൽ കൂടെ എന്തോ ഇഴഞ്ഞു പോയി കടിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഒരു സംശയം ആശുപത്രിയിൽ പറയുന്നു. പക്ഷേ അത്തരത്തിലുള്ളൊരു പരിശോധനകളൊന്നും തന്നെ ആശുപത്രി അധികൃതർ നടത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് വിടുകയായിരുന്നു. ഈ ആശുപത്രിയിൽ തന്നെ ആൻറ്റിവെനമുണ്ട്. താലൂക്ക് ആശുപത്രിയാണ്. പക്ഷേ സ്റ്റോക്കുണ്ട്. പക്ഷേ ആൻറ്റിവെനം ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി അധികൃതർ തയ്യാറായില്ല എന്നുള്ളതാണ്. വലിയ വീഴ്ചയാണ് ഈ ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ ആരോപിച്ചത്. തുടർന്നിപ്പോൾ DMO റിപ്പോർട്ട് തേടിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൂപ്രണ്ടിനെ മാധ്യമങ്ങളടക്കം അവരോട് പ്രതികരണം തേടിയിരുന്നു. പക്ഷേ ഒന്ന് മിണ്ടാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വളരെ വൈകാരികമായിട്ടുള്ള ചില രംഗങ്ങൾക്ക് കൂടിയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. കാരണം 2 കുട്ടികളാണ് ഈ മാതാപിതാക്കൾക്ക്. ഇളയ ഒരു 4 വയസ്സായ മകളാണ് ദിക്ഷലിന്, അനുജത്തിയാണ് ഉള്ളത്. ഒപ്പം അച്ഛനും അമ്മയും അച്ചാമ്മയും ഉള്ള ഒരു ചെറിയ കുടുംബം. ഇവിടേക്കാണ് ഇത്തരത്തിലുള്ളൊരു ദുഃഖാന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്നത്, അല്ലെങ്കിൽ തളം കെട്ടി നിൽക്കുന്നതൊക്കെ തന്നെ നമുക്ക് പറയാം. വളരെ വൈകാരികമായിട്ടുള്ള ചില നിമിഷം. നാട്ടുകാരടക്കം ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ വീട്ടുവളപ്പിൽ തന്നെ ദിക്ഷലിനെ സംസ്കരിക്കും. വീടിൻ്റെ തൊട്ട് മുൻവശത്താകെ 5 സെൻറ്റ് മാത്രമാണ് ഇവർക്ക് ഭൂമിയുള്ളത്. അതും ഈ ഇടയ്ക്ക് കുടികിടപ്പ് അവകാശമായി കിട്ടിയതാണ് ഈ ഭൂമി. അവിടെ വീടിന് മുന്നിലായിട്ട് ഈ ദിക്ഷലിനെ സംസ്കരിക്കുന്നത് അല്ലെങ്കിൽ അടക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുഴി എടുക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് ഏറെ വൈകാരികമായിട്ടുള്ളൊരു കാര്യം. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം സംസ്കരിക്കും എന്നുള്ള വിവരം കൂടി നമുക്ക് പറയാൻ കഴിയും. അമൃത.